ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 3-ാം വാക്യമായില്ലേ? Genesis chapter 1. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേർ വിളിച്ചു. സന്ധ്യയായി ഉഷസ്സായി 1-ാം ദിവസം. ആമേൻ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. ആദ്യമായ ലോകത്തിൽ മുഴുവൻ കേട്ട ദൈവത്തിന്റെ ശബ്ദം എന്താണെന്ന് വെച്ചാൽ വെളിച്ചമുണ്ടായിട്ട്. നല്ല ഹല്ലേലൂയ. വെളിച്ചമുണ്ടായി. അതിനുശേഷം പറയുന്നത് വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു. ഹല്ലേലൂയ. അപ്പം ആമേൻ, സ്തോത്രം. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ ഭൂമി ദൈവം സൃഷ്ടിച്ച് അത് പാഴും ശൂന്യമായത്. ദൈവം സൃഷ്ടിച്ച സൃഷ്ടി പാഴും ശൂന്യമായി പോയതല്ല. പലരും പറയാം ദൈവത്തിന്റെ സൃഷ്ടികളൊന്നും എല്ലാം പൂർണ്ണതയുള്ളത്. പക്ഷെ പിന്നീട് നമുക്കറിയാം ഓരോന്നിന്റെ ഇടയ്ക്ക് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായത്. അവിടെ പിശാചും അവന്റെ കൂട്ടാളികളും ആമേൻ താമസിച്ച് അങ്ങനെ ഇരുട്ട് ആക്കി കളഞ്ഞ അവനുള്ളതെല്ലാം എന്താണ്? ഇരുട്ടാണ്. അങ്ങനെ അത് പാഴ്ശൂന്യമായി പോയതാണ്. അവിടെയാണ് പരിശുദ്ധാത്മ വെള്ളത്തിന്മീതെ പരിവർത്തിച്ച് ഇരുള് മാറി വെളിച്ചമുണ്ടായത്. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ ദൈവം വേർതിരിച്ചു. അപ്പൊ അവിടെ കിടന്ന് ഒന്ന് രാത്രി ഒന്നും പകലൊന്നും പേർ വിളിച്ചു. നമ്മൾ അറിയേണ്ട കാര്യം വെച്ചാൽ ഭൂമി ഹല്ലേലൂയ ആമേൻ പിശാച് ഹല്ലേലൂയ ആയിരുന്നത് കൊണ്ട്, പിശാച് ഉള്ളത് കൊണ്ടാണ് ഇരുളുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അവിടെ ദൈവം ചെയ്യുന്ന കാര്യം എപ്പോഴും ദൈവത്തിന്റെ വെളിച്ചത്താൽ ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും വേർതിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് എന്റെ ജീവിതത്തിൽ ഒരു ഇരുട്ടുണ്ടെങ്കിൽ അതിനെ പുറത്താക്കാനായിട്ട് മാനുഷ്യമായ ബുദ്ധിക്കും ജ്ഞാനത്തിനും ഒന്നും കഴിയത്തില്ല. അത് ദൈവത്താൽ മാത്രം സംഭവിക്കുന്ന, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ മാത്രം സംഭവിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മ ഒരിടത്ത് പരിവർത്തിച്ചാൽ മാത്രമേ ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കാൻ കഴിയൂ. നമ്മുടെ അടുത്തറിയുന്ന അനേക ആൾക്കാർ, നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കന്മാർ, സ്വന്തക്കാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ ചില ഇരുട്ടിന്റെ ശക്തികൾ കീഴടക്കി വെച്ചേക്കുക അല്ലെ? ഇരുട്ടിന്റെ ശക്തി എന്ന പിശാച് അവരെയൊക്കെ കീഴടക്കി വെച്ചേക്കുക. പക്ഷെ അവരൊക്കെ എത്ര ജ്ഞാനം പ്രാപിച്ചാലും, ഈ ലോകത്തിന്റെ എത്രയൊക്കെ അറിവുകൾ സമ്പാദിച്ചാലും, അവർ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും, എത്രയൊക്കെ നേർച്ച കാഴ്ചകൾ നടത്തിയാലും ഈ ഇരുട്ട് അവരെ വിട്ടുമാറത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവരിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാത്തിടത്തോളം കാലം ഇരുട്ട് വിട്ടുമാറത്തില്ല. അവർക്ക് സമ്പത്തുണ്ടാകും, വലിയ പൊസിഷൻ ഉണ്ടാകും, വലിയ വീടുണ്ടാകും, വലിയ കാറുണ്ടാകും. നമ്മൾ നോക്കുമ്പോൾ ലോകപരമായ സകലതും ഉണ്ട്. പക്ഷെ അവരുടെ സ്വഭാവത്തിൽ നിന്ന് ഒരംശത്തെ പോലും മാറ്റിക്കളയായിട്ട് കഴിയില്ല. ചില ദുർസ്വഭാവങ്ങൾ, ചില ബന്ധനങ്ങൾ, അവരുടെ ചില മ്ലേച്ഛകരമായ ചിന്തകൾ, വാക്കുകൾ, പ്രവർത്തികൾ, ഇതൊന്നും അവരൊന്നും മാറ്റാൻ കഴിയില്ല. ചിലതൊക്കെ കണ്ട ഭയങ്കര സ്റ്റൈലൊക്കെ ആയിരിക്കും, പക്ഷെ വായ തുറന്നാ നമ്മൾ ഓടും. കാരണം എന്താന്ന് പറയട്ടെ, അതിനെ മാറ്റാനായിട്ട്, അത് വിട്ട് കളയാനായിട്ട് നമ്മൾ മാനുഷ്യമായിട്ട് എത്ര ശ്രമിച്ചാലും നടക്കില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നിടത്ത് മാത്രമേ വെളിച്ചം ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ പരിവർത്തിക്കണം. ഇന്ന് ദൈവസഭകൾക്കൊരു കുറവില്ല. ഓരോ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ അനേകത. ഞാനിപ്പോ ഇവിടെ നമുക്ക് പണ്ട് പെന്തക്കോസ് എന്താന്ന് പോലും അറിയത്തില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ വരുമ്പോ ഞങ്ങളുടെ വീടിനടുത്തൊക്കെ തന്നെ ഹെബ്രോൺ ചർച്ച്, മറ്റേ ചർച്ച്, മറിച്ച് ഇങ്ങനെ ബോർഡുകൾ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോഴാണ് ഇവിടെ എല്ലാം ചർച്ചുകളുണ്ട്. നമ്മുടെ തൊട്ടടുത്തൊക്കെ തന്നെ ചർച്ചുണ്ട്. നമുക്കിതറിയില്ല. പക്ഷേങ്കില് ചർച്ചുകളുടെ എണ്ണം കൂടിയത് കൊണ്ട് ജനത്തിലെ ഇരുള് മാറുമെന്ന് ആരും വിചാരിക്കരുത്.
ഇന്നലെ എന്റെ ദേവദാസനെ സംസാരിച്ച് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടില് അങ്ങോട്ട് നോക്കിയ ചർച്ച, ഇങ്ങോട്ട് നോക്കിയ ചർച്ച, അവിടെ നോക്കിയ ചർച്ച, ഇവിടെ നോക്കിയ ചർച്ച, മൊത്തം ചർച്ച. പക്ഷേങ്കില് ദൈവജനം വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്നില്ല. ചർച്ചിന് കുറവൊന്നുമില്ല. അപ്പൊ ഇന്ന് ചർച്ചിനകത്ത് സഭയ്ക്കുള്ളിൽ ഹാലല്യ ആമേ, ഇന്ന് ദൈവസഭ എന്ന് പറയുന്ന സഭകൾക്കുള്ളിൽ ആമേ പിശാചിന്റെ ആധിപത്യമായി മാറിക്കൊണ്ടിരിക്കുക. കാരണം പൈശാച ശക്തികൾ ഒരാളിലൊക്കെ ഒന്നൊന്നും അല്ല ഇരിക്കുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാത്തത് കൊണ്ട് തന്നെ അത് സംഭവിക്കുന്നത്. നമ്മളുടെ ശുശ്രൂഷിക്കുന്ന ആളുടെ മിടുക്കല്ല അവിടെ പിശാചി വിട്ടുമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചാൽ, അതൊന്ന് പരിവർത്തിച്ചു തുടങ്ങിയാൽ അവിടെ ഇരുട്ടിന്റെ ശക്തികൾ ഇരിക്കത്തില്ല. കാരണം പരിശുദ്ധാത്മാവ് ദൈവം വെളിച്ചമാണ്. ഹല്ലേലൂയ. ആമേ, അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് തീയാണ്, ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടെ പിശാചിനും ദുർഭൂത മണ്ഡലങ്ങൾക്ക് ഇരിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിക്കാത്തത് കൊണ്ട് പലയിടത്തും നല്ല സുഖമായിട്ട് ആമേ ഓരോ വ്യക്തികളിലും ഹല്ലേലൂയ ആമേ ഇങ്ങനെ ആമേ എന്താ പറയാ 6000 എണ്ണൊക്കെ അവർ ഒരു വഴക്കും ഉണ്ടാക്കാതെ ഒരടിയും ഉണ്ടാക്കാതെ വളരെ ഒത്തൊരുമയോടുകൂടി ഇരുന്നത് പോലെ ഇന്നും ഇരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഇതിന് മാറ്റം വരണം, ഇല്ലെങ്കിൽ സഭ വളരത്തില്ല സിസ്റ്റർ. കാരണം വളരുന്നു എന്ന് നമുക്ക് തോന്നും, പക്ഷെ വളരുന്നു നമ്മൾ പറയുമ്പോൾ തന്നെ അത് ദൈവസഭയെ താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം ഇന്ന് എന്തുകൊണ്ടാ പെന്തക്കോസ്തുകാർക്ക് ഒരു വിലയും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാര്യം? ആൾക്കാർ പലരും പുച്ഛത്തോട് അവഗണനയോടും ഹല്ലേലൂയ ആമേ ഹല്ലേലൂയ ഇതിങ്ങനെ നമ്മൾ പെന്തക്കോസ്തുകാരെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിന്റെ വിശുദ്ധി ഇല്ലായ്മ, അവരുടെ ജീവിതത്തിന്റെ വേർപാടില്ലായ്മ. വേർപെട്ട ജനമെന്ന് നമ്മളെക്കുറിച്ച് ദൈവജനത്തെ കുറിച്ച് പറയുമ്പോൾ ദൈവം പറയും വേർപെട്ട ജനം. നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ അവര് വേർപെട്ട ജനമായിരുന്നു. അവരെ ഹല്ലേലൂയ അവർക്ക് ഒന്നിനും മുട്ട ദൈവം മരുഭൂമിയിലൂടെ അവരെ നടത്തുമ്പോൾ നമുക്ക് അറിയുന്ന കണക്ക് ബിലെയാമിനെ കൂട്ടിക്കൊണ്ട് വന്ന് എന്തിനാ? ജനത്തെ ശപിക്കാനായിട്ട്. പക്ഷെ ബിലെയാമിന് വായ തുറന്ന് അവൻ ജനത്തെ ശപിക്കാൻ പോലും കഴിഞ്ഞില്ല. കാരണം എന്താന്ന് വെച്ചാൽ അവർക്ക് അവരുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് പല സഭകളിലും കർത്താവ് യേശുക്രിസ്തു സഭയ്ക്ക് പുറത്താണ്. അവരുടെ കൂടെ ദൈവം ഉള്ളത് കൊണ്ട് അവരെ ശപിക്കാൻ കഴിഞ്ഞില്ല. കാരണം അവര് ദൈവമുള്ള ജനമാണ്, അവർ വേർപെട്ട ജനമാണ്. അവരെ ശാപത്തിന് കീഴിലേക്ക് ആക്കാൻ ഒരിക്കലും കഴിയുമായിരുന്നില്ല. പക്ഷേങ്കിൽ ഇന്ന് പലരും ശാപത്തിലും ദാരിദ്ര്യത്തിലും ബന്ധനങ്ങളിലുമായി കിടക്കുന്നതിന്റെ കാരണം ഹല്ലേലൂയ ഇന്ന് വേർപാട് എവിടെയോ നഷ്ടപ്പെട്ടു പോയേക്കുക. ലോകക്കാരും ദൈവമക്കളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ഹല്ലേലൂയ. കാരണം നമ്മുടെ ശരീരത്തിലോ വസ്ത്രധാരണത്തിലോ നമ്മുടെ നടപ്പിലോ ഹല്ലേലൂയ അല്ലെങ്കിൽ അന്ന് പുറമേ ഉള്ള കാണിക്കുന്ന ബാഹ്യമായ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തിയിട്ട് ഞാൻ വേർപെട്ട ജനമാണെന്നല്ല ദൈവം ഹല്ലേലൂയ നോക്കുന്നത്. നമ്മുടെ ഹൃദയശുദ്ധി പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ ഹൃദയത്തിന് പരിച്ഛേദന ഏറ്റവരായിരിക്കണം നമ്മൾ. ഹൃദയ പരിച്ഛേദന എന്ന് പലരും വന്നിട്ടില്ല. ഹല്ലേലൂയ. പുറമെ എന്തൊക്കെയോ മാറ്റങ്ങൾ അവർ വരുത്തുന്നുണ്ട് പക്ഷെ ഹൃദയത്തിന് പരിച്ഛേദന ഏൽക്കാത്തിടത്തോളം കാലം നമ്മുടെ ഹൃദയം ദൈവത്തെങ്കിലേക്ക് പൂർണ്ണമായി നമുക്ക് കൊടുക്കാൻ കഴിയില്ല. ദൈവസന്നിധി പൂർണ്ണമായി നമുക്ക് വിശുദ്ധിയോടെ നിൽക്കാൻ കഴിയുന്നില്ല. പകയും പിണക്കവും വിദ്വേഷവും കയ്പും വെറുപ്പും ഹൃദയത്തിൽ ഇങ്ങനെ എന്തൊക്കെ ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നു അതെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ സാംബാസിന്റെ വാക്കുകൾ പഴയ മെസ്സേജിലുള്ള വാക്കുകൾ കടമെടുത്താൽ കയ്യിൽ ചീഞ്ഞളിഞ്ഞ കയ്യിൽ സ്വാദിഷ്ടമായ ലഡു വെച്ചുകൊണ്ട് കൊടുക്കുന്ന പോലെ നമ്മൾ കൈയാണെങ്കിൽ നോക്കിയാൽ ചീഞ്ഞളിഞ്ഞ് പഴുത്ത് വ്രണം അതിന്ന് പൊഴിക്കൊണ്ടിരിക്കുന്ന ഒരു കൈയാണ്. അതിനകത്ത് ഇരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ ലഡു, വളരെ എക്സ്പെൻസീവ് ആയിട്ടൊരു ലഡുവാണ്.
അത് നീട്ടിക്കഴിഞ്ഞാൽ ആരും എടുത്ത് കഴിക്കാത്തത് പോലെ തന്നെയാണ് നമ്മൾ ഹൃദയം ഹാലേലിയ ചീഞ്ഞ് അളിഞ്ഞിരിക്കുന്ന ഹൃദയത്തോടെയാണ് ഹാലേലിയ ദൈവസന്നിധിയിൽ നിന്ന് കരമുയർത്തുന്നത്. നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. വിശുദ്ധ കരങ്ങളെ ഉയർത്തുമ്പോൾ ഉയർത്തുമ്പോൾ നമ്മുടെ കരം വിശുദ്ധമാണോ എന്ന് നോക്കുന്നത്. അല്ലെ, നമ്മുടെ കരത്തിൽ ഹാലയിലെ ആമേ കരം ഉയർത്തുന്ന നമ്മുടെ ഹൃദയം വിശുദ്ധമാണോ? നമ്മൾ ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ വെച്ചാൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുക എന്നുള്ള നമ്മളെ നടത്തിയ ദൈവത്തിന് നമ്മൾ സന്തോഷത്തോടുകൂടി ആരാധിക്കുമ്പോൾ നമ്മൾ ആരാധനയ്ക്ക് നിൽക്കുന്ന സമയത്ത് കർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ പറഞ്ഞിരുന്നു, നിങ്ങളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതവിടെ വെച്ചിട്ട് പോയി നിരപ്പ് പ്രാപിച്ചിട്ട് വരാം. നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിലും നല്ല, നമ്മളോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇന്ന് ആ വാക്യം പാലിക്കണേ. എത്ര പേർക്ക് സഭയിൽ നിന്ന് ഹല്ലേലൂയ ആരാധിക്കാൻ കഴിയും? ആ വാക്കൊക്കെ, ആ വചനമൊക്കെ നമ്മൾ പാലിക്കുകയാണ്. എത്ര പേർക്ക് പറ്റും? കാരണം പോലും ഇല്ലാതെ പക, വെറുപ്പ് മനുഷ്യരോട് ദൈവസഭയുള്ള ദൈവമക്കളോട് ഇന്നിരിക്കുന്ന പലരുടെയും ഹൃദയത്തിലുണ്ട്. ആരൊക്കെയോ പറഞ്ഞു കേട്ട എന്തൊക്കെയോ കാര്യങ്ങൾ വെച്ചു പോലും നമ്മൾ മനുഷ്യരെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് യാതൊരു നേട്ട അനുഭവമില്ല. മറ്റുള്ളവർ പറഞ്ഞ് കേട്ട ഇൻഫർമേഷൻ വെച്ച് പോലും എന്തുകൊണ്ട് നമ്മൾ ജനത്തെ മറ്റുള്ളവരെ പകയ്ക്കുന്നു അല്ലെങ്കിൽ വെറുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവ് സകലതും നമുക്ക് വിവേചിച്ചിരുന്ന ആത്മാവിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഒരാളിനെ തിരിച്ചറിയാനായിട്ട് ഒരു വ്യക്തി പറയണം നിർബന്ധമില്ല. ഒരാൾ നമുക്ക് തരുന്ന പിക്ചർ വേണം നിർബന്ധമില്ല. നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ആരാണെന്നും എന്താണെന്നും ദൈവം നമുക്ക് കൃത്യമായി വെളിപ്പെടുത്തി തരും. അതിനെപ്പോലും ഇന്ന് ശ്രമിക്കുന്നില്ല മനുഷ്യൻ. ഹല്ലേലൂയ. അതിനുപോലെ ശ്രമിക്കുന്നില്ല. സ്വന്തം സഭയിലിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പോലും ആരാണ്, എന്താണ്, അവരിലിരിക്കുന്നത് എന്തൊക്കെയാണ്, അവരുടെ സ്വഭാവം എന്താണ് എന്ന് അറിയാൻ പോലും ശ്രമിക്കുന്നില്ലെന്ന്. നമ്മുടെ കൂടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ അവരെങ്ങനെയുള്ളവരാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം. നമ്മൾ കരം പിടിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്നവനിൽ വ്യാപരിക്കുന്ന ശക്തി എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ന് വിചാരിച്ച് കരം പിടിക്കേണ്ടെന്നല്ല, പക്ഷെ കരം പിടിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നവരിൽ ഇരിക്കുന്ന എന്തെങ്കിലും ദുർശക്തികൾ ഇരിക്കുന്നെങ്കിൽ, ദുരാത്മ മണ്ഡലം ഇരിക്കുന്നെങ്കിൽ അത് തിരിച്ചറിയുക മാത്രമല്ല, അതിനെ ശാസിക്കാനുള്ള പവർ കൂടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടാവാറുണ്ട്. ഞങ്ങള് നമ്മുടെ സഭയിലൊക്കെ ആണെങ്കിൽ നമ്മൾ കരം പിടിച്ചൊക്കെ ചിലപ്പോൾ പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അടുത്ത് നിൽക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ എപ്പോഴും എന്റെ സൈഡിൽ ഒരു സൈഡിൽ മോളായിരിക്കും. അപ്പോഴത്തെ പാസ്റ്റർ അവിടെ പറയും അവൾ അപ്പുറത്ത് പോയി പ്രാർത്ഥിക്കാൻ പറയും. അപ്പൊ എന്നോട് പറയും തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. ഹല്ലേലൂയ. ഇത് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ അവരുടെ ജീവിതത്തിൽ ഇരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവാത്മാവ് വെളിപ്പെടുത്താറുണ്ട്. അപ്പൊ ചിലപ്പോൾ ഞാൻ അവരോട് തന്നെ പറയും ഹല്ലേലൂയ ഇന്നതുപോലെയാണ് ഇത് പ്രാർത്ഥിക്കും. ഇനി അവരോട് പറഞ്ഞ പറ്റാത്ത സംഭവമാണെങ്കിൽ ഞാൻ പ്രേയർ കഴിയുമ്പോൾ സഭാരാധന കഴിയുമ്പോൾ ഞാൻ പാസ്റ്ററോട് പോയി പറയും, പാസ്റ്റർ ഇന്ന ആൾക്കാണ് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച ഇന്നതുപോലെ കണ്ട് പാസ്റ്റർ വിഷയം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോരുന്നത്. കാരണം നമ്മളുടെ തൊട്ടടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ അവരെ പിശാച് ബന്ധിച്ച് ഹല്ലേലൂയ അവരുടെ ജീവിതത്തെ താറുമാറാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട് അതിൽ നിന്ന് അവരെ വിടുവിച്ചെടുക്കണമെന്ന്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും പരിശുദ്ധാത്മാ എന്തുകൊണ്ട് അത് റിവീൽ ചെയ്യുന്നില്ല വെച്ചാൽ നമ്മുടെ ഹൃദയം ദൈവത്തിന് പൂർണ്ണമായും നമ്മൾ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ്. നമുക്ക് ഹൃദയത്തിൽ ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിനെ കയറാൻ കഴിയാതാണ് ചിലതൊക്കെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഇരിക്കുക. ആ ഹൃദയത്തിനകത്തിരിക്കുന്ന വെറുപ്പ്, എന്തിനാ അവരോട് ഒരു വെറുപ്പെന്ന് ചോദിച്ചാ, എന്തിനാ അവരോട് ഒരു പകയെന്ന് ചോദിച്ചാ നമുക്ക് തന്നെ അറിയത്തില്ല എന്തിനാണ്. പക്ഷെ ചില പേരുകൾ കേൾക്കുമ്പോൾ, ചില വ്യക്തികളെ കാണുമ്പോൾ, ചില സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ ഒരു പകയോ
ഒരു കയ്പോ ഒരു വെറുപ്പോ ഒക്കെ നിൽക്കുന്നെങ്കിൽ അല്ലെ ആ മേഖലയൊക്കെ ഇന്ന് ഹല്ലേലൂയ ആമേൻ നിങ്ങൾ ദൈവസന്നിധി ദൈവത്തിന് പരിവർത്തിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ആ ഇരുട്ടിനെ നമ്മൾ മാറ്റിക്കളയണം. ഇരുള് മാറി വെളിച്ചം ഉണ്ടായാൽ മാത്രമേ നമുക്ക് ചിലതൊക്കെ കാണാൻ കഴിയത്തുള്ളൂ. ചിലതൊക്കെ വെളിപ്പെട്ട് വരികയുള്ളൂ. നമുക്ക് മറ നീക്കി പുറത്തു വരികയുള്ളൂ എന്ന് പറയാം. ഹല്ലേലൂയ. നമുക്കൊരാളോട് വിരോധം തോന്നാം. എങ്ങനെയാ? അവനിൽ വ്യാപരിക്കുന്ന ദുർഭൂത മണ്ഡലത്തെ ദുരാത്മശക്തികളെ കണ്ടാൽ ആ വ്യക്തിയോടല്ല, അവന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയോട് നമുക്ക് ഫൈറ്റിംഗ് ആകാം. ഇന്ന് പലപ്പോഴും പലരും പോരാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളോടാണ്. ഈവൻ വ്യക്തികളോടുമല്ല, ശക്തിയും ഇല്ലെങ്കിൽ പോലും പോരാടുന്നു. നിങ്ങളൊക്കെ സ്വയം ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. നിങ്ങളുടെ ഹൃദയത്തിലൊക്കെ എത്രയോ പേരോട് ആവശ്യമില്ലാതെ വെറുപ്പും കയ്പും ഒക്കെ എന്തൊക്കെയോ പകയും ഒക്കെ വെച്ചിരിക്കുന്ന പോലെ അനുഭവങ്ങളുണ്ടെന്ന്. നമ്മളെയൊക്കെ നമുക്ക് ആരോടൊന്നും ഇല്ലെന്ന് ഒന്നിരുന്നിട്ട് ഞാനെന്ന് പറയുന്നത് ഇടയ്ക്ക് ഇരുന്നിട്ട് ഒരു പേപ്പറും പേനും എടുത്തിട്ട് ഇരുന്നാൽ മതി. ഓരോ വ്യക്തികളെ ഒന്ന് ഓർത്തിട്ട് എത്ര പേരോട് നമുക്ക് പകയുണ്ട്, പിണക്കമുണ്ട്, എന്തെങ്കിലും വിരോധം കൊണ്ടോ അങ്ങനെ പലതും നമുക്ക് എഴുതാൻ കഴിയും. എഴുതി തുടങ്ങുമ്പോൾ എനിക്ക് ആരും ഇല്ലെന്ന്, പക്ഷെ എഴുതി തീരുമ്പോൾ വലിയൊരു പേപ്പറിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ നിറയട്ടോ. അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ മറഞ്ഞു കിടക്കുന്നതൊക്കെ അത് എപ്പോഴും വെളിപ്പെട്ട് വരത്തില്ല. എപ്പോഴൊക്കെ വെളിപ്പെട്ട് വരുമെന്ന് ചോദിച്ചാൽ ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അത് വെളിപ്പെടും. ഹല്ലേലൂയ. ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ എവിടെയൊക്കെ ഇരുട്ട് നിറച്ചു വെച്ചിരിക്കുകയാണ് പിശാച്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് ദൈവം പറയും വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അപ്പൊ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അവിടെ ഇരുള് മാറി വെളിച്ചമുണ്ടായി. ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർപിരിച്ചു. അവിടെ പകലെന്നും രാത്രി എന്നും പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇരുളും വെളിച്ചം വേർതിരിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് വ്യാപരിക്കാനുള്ള സ്ഥലമായി മാറിയത്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കിയാൽ 2 കൊരിന്ത്യർ chapter 4 verse 6. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചെയ്ത ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചത് എവിടെയാ? ഇരുളായിരുന്നപ്പോ വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവം ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണമെന്ന് അരുളിച്ചത് ദൈവം. ഹല്ലേലൂയ. ആ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം യേശുക്രിസ്തുവിന്റെ മുഖത്തിലുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശം. അപ്പം യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ്സിന്റെ പരിജ്ഞാനം എവിടെയാ? നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങിക്കേണ്ടതിന്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയങ്ങളിൽ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ അത് പ്രകാശം. അപ്പൊ ഹൃദയത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഹൃദയത്തിലാണ് യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടത്, നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള യേശുക്രിസ്തുവിന്റെ മുഖത്തുള്ള ദൈവ തേജസ് എവിടെയാണ് വിളങ്ങിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹൃദയങ്ങളിലാണ് അത് വിളങ്ങിക്കുന്നത്. ഹൃദയങ്ങളിൽ അത് പ്രകാശിക്കും. അപ്പൊ ഹൃദയത്തെ വളരെ ഞാൻ പല സ്ഥലത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വേദപുസ്തകത്തിൽ ഹൃദയത്തിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എന്താ ഈ ഹൃദയത്തിനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഹൃദയത്തിലാണ് മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണെന്ന് പറയാം. ഒരർത്ഥത്തിൽ പറയാം. ഒരിടത്ത് പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹൃദയത്തിൽ നമ്മള് ചിന്തകൾ വിചാരങ്ങളൊക്കെ ഇങ്ങനെ പകയും പിണക്കവും ഒക്കെ ഇരിക്കുന്ന എവിടെ വെച്ചാൽ ഹൃദയത്തിൽ കയ്പ. ഹൃദയശുദ്ധി ഉള്ളവരായിരിക്കണം എന്നെല്ലാം പറയുമ്പം ഇവിടെ പറയുന്ന ഹൃദയത്തിൽ വേണം ദൈവത്തിന്റെ തേജസ് വ്യാപരിക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയം പലപ്പോഴും ശുദ്ധമായി ഇരിക്കാനായിട്ട് ശത്രു അനുവദിക്കുന്നില്ല. എന്തൊക്കെയോ കുത്തി നിറയ്ക്കുകയാണ്. ഒരുപാട് പകയും വിദേശമൊക്കെ കയറി വരുമ്പോഴാണ് ഈ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടാകുന്നത്.
ഹാലലുയ. അല്ലാതെ ഇരുട്ട് കയറി കഴിയുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പറയുന്നത് കേൾക്കാം. ഹാലലുയ. അപ്പം ഇവിടെ നമ്മുടെ ഹൃദയത്തെ ഹാലലുയ ആമീൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയങ്ങൾ. ഹാലലുയ. ഹൃദയത്തിലാണ്, ഹൃദയത്തിന്റെ സ്പന്ദനമാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് നമുക്കറിയാം. കാരണം ഹൃദയം പമ്പ് ചെയ്താൽ എന്താ അവിടുന്ന് വ്യാപരിക്കുന്നത്? ബ്ലഡ് ആണല്ലേ. ഹാലലുയ. ബ്ലഡിലാണ് ജീവനുള്ളത്. ഹാലലുയ. പക്ഷെ ഇവിടെ ദൈവം പറയുന്ന ബ്ലഡിന്റെ ജീവനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഹാലലുയ ദൈവത്തിന്റെ തേജസ് അത് വിളങ്ങണം വെച്ചാൽ അത് നിറയണം. ദൈവ തേജസ് നിറയണം. ദൈവ തേജസ് നിറഞ്ഞ എന്താ? തേജസ് എന്താ? വെളിച്ചമാ അല്ലേ? ദൈവത്തിന്റെ മുഖത്തുള്ള പ്രകാശമാ. അത് നിറഞ്ഞു വരണം നമ്മുടെ ഹൃദയത്തിൽ. അത് നിറഞ്ഞു വരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലിരിക്കുന്ന എല്ലാ ഇരുട്ടും മാറിപ്പോകണമെങ്കിൽ ദൈവത്തിന്റെ മുഖത്തുള്ള തേജസ് നമ്മുടെ ഹൃദയങ്ങളിൽ വിളങ്ങണം അല്ലെ. വെളിച്ചം വന്നാൽ ഇരുള് പോവും. പക്ഷെ ഇന്ന് എല്ലാവരുടെ ഹൃദയത്തിൽ ആ തേജസ് ശരിക്കും വിളങ്ങുന്നുണ്ടോ? ദൈവം ആഗ്രഹിച്ചതാ. ഹാലലുയ. നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഹാലലുയ ദൈവസന്നിധിയിൽ ഒന്നും കൂടെ ഹാലലുയ ഏൽപ്പിച്ചു കൊടുക്കണം. ഹൃദയശുദ്ധിയുള്ളവരാകണം നമ്മൾ. പ്രാർത്ഥനയ്ക്ക് കുറവുണ്ടോ? ഇല്ല. വചനധ്യാനത്തിന് കുറവുണ്ടോ? സഭാരാധന എന്തെങ്കിലും മുടക്കുന്നുണ്ടോ? ഇല്ല. ഉപവാസ പ്രാർത്ഥനയും ആലയിലെ സൺഡേ സർവീസ് എല്ലാത്തിനും നമ്മൾ മുടങ്ങാതെ പോകുന്നുണ്ട്. പക്ഷേങ്കിൽ ഹൃദയ ശുദ്ധി ഉള്ളവരായിരിക്കുന്നില്ല. ഞാൻ പറയും നമ്മളുടെ ഹൃദയശുദ്ധി ഉള്ളവരായിരിക്കാൻ പറയുമ്പം അല്ലെ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന ലിസ്റ്റഡ് കുറച്ച് പാവങ്ങൾ. ഇതൊന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ, വിഗ്രഹാരാധന ഞാൻ ചെയ്യാറില്ല, ഞാൻ വ്യഭിചരിക്കാറില്ല, ഞാൻ ഹാലേലിയ ആമീൻ ഹാലേലിയ ആമീൻ സ്തോത്രം ഹാല മോഷ്ടിക്കാറില്ല, കള്ളം പറയുന്നില്ല. ഇതെല്ലാം നമ്മൾ പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഹാലേലിയ. ഇപ്പൊ ഞാനൊരു ആദ്യമായിട്ടൊരു ലേഡീസ് മീറ്റിംഗിൽ ഹാലേലിയ 2016 തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ 2015 2017 സ്റ്റാർട്ടിങ് ആണ്. ഹാലേലൂയ. അവിടെ ശുശ്രൂഷിക്കാൻ ചെന്ന് നിൽക്കുമ്പോൾ ഹാലേലൂയ അമ്മ അവിടെ ഇരിക്കുന്ന സഹോദരിമാരെല്ലാം ആദ്യം വന്നിരുന്നത് സാക്ഷ്യം പറയും. എന്തെങ്കിലുമൊക്കെ സാക്ഷ്യമോ അല്ലെങ്കിൽ പ്രയർ റിക്വസ്റ്റുകൾ എന്തെങ്കിലുമൊക്കെ പറയും. ഇപ്പൊ ഒരു സഹോദരി വന്നുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല ദൈവം എന്റെ ജീവിതത്തിൽ ഭയങ്കര കഷ്ടത എപ്പോഴും ഞാനാണെങ്കിൽ പാപമൊന്നും ചെയ്യുന്നില്ല, ഞാനാണെങ്കിൽ ആമി ഹാലയിൽ വിചാരിക്കുന്നില്ല, ഞാനാണെങ്കിൽ അങ്ങനെ പോകുന്നില്ല, ഇങ്ങനെ പോയി ഇപ്പൊ ഞാന് ഇങ്ങനെയൊക്കെ കുഞ്ഞിങ്ങനെ കേട്ടോണ്ടിരിക്കും ഓരോരുത്തർ പറയുന്നത്. അപ്പൊ ഇത് പറഞ്ഞോണ്ടിരിക്കും എന്നോട് ദൈവത്തിന്റെ ആത്മ ഇങ്ങനെ പയ്യെ ഒന്ന് ശ്രദ്ധിച്ചു. ഇത് ആരാ പറഞ്ഞു പയ്യെ തലയിൽ നോക്കി. അത് കഴിഞ്ഞങ്ങോട്ടും ഹാല മൈക്കെടുത്ത് അല്ലെ അങ്ങനെ പ്രസംഗിക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയപ്പം പരിശുദ്ധാനും പെട്ടെന്ന് സഹോദരി നോക്കിട്ട് നീ പറ ഹാലയിലേയ ആമീൻ. ദൈവത്തിന്റെ ആത്മ പറയുന്ന ഹാലലിയ എന്റെ നിങ്ങൾ അതരം കൊണ്ട് എന്നെ സ്തുതിക്കുന്ന ഹൃദയം എങ്കിൽ അകന്നിരിക്കുന്നു. ഹാലലിയ. അപ്പൊ നമ്മുടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നിരിക്കണം, ദൈവത്തിൽ നിന്ന് അടുത്തിരിക്കണമെന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ കഴിയത്തില്ല പലപ്പോഴും. നമ്മുടെ വിചാരം നമ്മൾ ഭയങ്കര ഹാലേലിയ വിശുദ്ധിയോട് ഹാലേലിയ ദൈവത്തിന് നിൽക്കുന്നവരാണെന്ന് ഹാലേലിയ നമ്മൾ ഭയങ്കര വിശുദ്ധരാണെന്ന് നമുക്കൊക്കെ ഒരു തോന്നല. പക്ഷേ ദൈവാത്മാവ് നമ്മളെ ശോധന ചെയ്യുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ ഹാലേലിയ അപ്പോഴും നമ്മൾ വിശുദ്ധരാണെന്നുള്ള മനോഭാവത്തോട് ഇരിക്കാതെ ഹാലേ നമ്മൾ എന്തെങ്കിലും കുറവുകളുണ്ടോ, നമുക്കിടയിൽ വീഴ്ച പറ്റിപ്പോയിട്ടുണ്ടോ ഹാലേ, നമുക്ക് എവിടെയെങ്കിലും തെറ്റു പറ്റിയിട്ടുണ്ടോ ഹാലേലിയ ദൈവത്തിന്റെ ആത്മാവിന് അത് വേദനിക്കുന്നുണ്ടോ ഹാലേലിയ. കാരണം നമ്മുടെ ഹൃദയശുദ്ധി ഇല്ലായ്മ ദൈവത്തെ വേദനിപ്പിക്കുന്നു. ദൈവത്തിന് വചനം ഇടപെട്ടിട്ട് നമ്മളെ കറക്റ്റ് ചെയ്യാതെ ഹാലേലിയ ആയിരിക്കുന്നത് ദൈവത്തിനെ വേദനിപ്പിക്കും. കാരണം എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മ ഓരോ ദിവസവും നമ്മളോട് സംസാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിന് നമ്മളെ ഹാലില് പൂർണ്ണ ആ ദൈവ തേജസ് ഒന്ന് നമ്മളിൽ ഒന്ന് നമ്മുടെ ഹൃദയങ്ങളൊന്ന് കഴിഞ്ഞാൽ അത് പ്രകാശിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഖത്തേക്ക് പ്രകാശിക്കാൻ തുടങ്ങും. അത് നമ്മൾ നിൽക്കുന്നിടത്തേക്ക് പ്രകാശിക്കാൻ തുടങ്ങും. അത് അനേകരിലേക്ക് വെളിച്ചമാകാൻ തുടങ്ങും. ഹാലൂയ. അങ്ങനെ ആക്കി വെക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മളിവിടെ എന്റെ ഹൃദയം ഞാൻ തരത്തില്ല, കുറച്ച് ഭാഗമൊക്കെ ഞാൻ ഇവിടെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിറച്ചു വെച്ചേക്ക്, അതൊന്നും എടുത്ത് കളയത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചോണ്ടിരിക്കുന്നു. ആമേൻ ഹല്ലേലൂയ ആമേൻ. ഞാൻ പറയട്ടെ, പലപ്പോഴും മെസ്സേജ് ചിലപ്പോൾ രാവിലത്തെ എല്ലാ ദിവസവും മെസ്സേജ് ഞാൻ പറയണമെന്ന് ഉദ്ദേശിച്ച് കയറുന്ന ഒന്നല്ല ദൈവം സംസാരിക്കുന്നത്. ഹാലേ ദൈവത്തിനാകുമ്പോൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത്.
അല്ല, കാരണം ദൈവത്തിന്റെ ആത്മാവിനറിയാം എന്താ നമുക്ക് വേണ്ടത്. ഞാൻ എന്നും പറയുന്ന നിനക്ക്, ദൈവമേ നിനക്കറിയാം ഹാലേലിയ ജനത്തിന് എന്താ വേണ്ടുന്നത്, അത് കൊടുക്കണമേ എന്ന് പറയുമ്പോൾ എനിക്കറിയത്തില്ല പക്ഷെ എന്താ കൊടുക്കേണ്ടത്, പക്ഷെ ദൈവത്തിന് നന്നായി അറിയാം. ഹാലേലിയ. ആമി ഹാല നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞു ഈ അമിത ഭക്ഷണം ഇതൊക്കെ പറയുന്ന ഹാലേലിയ, ഇതൊക്കെ ഇതൊക്കെ എവിടെ ഉണ്ടാകുന്നത്? നമ്മുടെ ഹൃദയത്തിലെ ഈ ആഗ്രഹമൊക്കെ ഉണ്ടാകുന്നത്. ഹാലേലിയ. മറ്റുള്ള കാര്യങ്ങൾ അത്യാഗ്രഹം എവിടെ ഉണ്ടാകുന്നത്? നമ്മുടെ ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്. ധനമോഹം എവിടെ ഉണ്ടാകുന്നത്? ഹൃദയത്തിലാണ്. സ്വസ്നേഹം ഇതെവിടെ ഉണ്ടാകുന്നത്? ഇത് ഹൃദയത്തിലാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ എല്ലാ കാര്യങ്ങളിലും ഹൃദയത്തിൽ. അതുകൊണ്ടാ യേശു കർത്താവിന്റെ മുഖത്തുള്ള തേജസ് എവിടെയാ അത് വിളങ്ങിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ അത് പ്രകാശിക്കണം. എന്തുകൊണ്ടാ മോശയുടെ മുഖത്തെ തേജസ് മങ്ങിപ്പോവാൻ കാരണം? മോശയുടെ വന്ന തേജസ് മുഖത്താണ് അടിച്ചത്. ദൈവമായിട്ട് മുഖാമുഖമായിരുന്നെന്ന് പറയുമ്പോ ദൈവമായിട്ട് 40 ദിവസം അടയാനപ്പം ആ തേജസ്, ആ പ്രകാശം മോശയുടെ മുഖത്തടിച്ചു. ഈ തേജസ് മുഖം പ്രകാശിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഇത് മങ്ങലേറ്റു തുടങ്ങി. നമ്മൾ ആദ്യം മോശം മൂടുപടം ഇട്ട് തുടങ്ങിയത് അല്ലെങ്കിൽ പ്രകാശം മറ്റുള്ളവർക്ക് കാണാതിരിക്കാൻ വേണ്ടി, അല്ലെ കണ്ടു നിൽക്കാൻ വയ്യാത്തത്. പക്ഷെ പിന്നീട് മൂടുപടം ഇട്ടെന്ന് വെച്ചാൽ ഈ പ്രകാശം മങ്ങിപ്പോയത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ദൈവത്തിന്റെ തേജസ് മങ്ങിപ്പോകുന്നതല്ല പറയുന്ന. ആ തേജസ്സിനെ കുറിച്ച് വന്ന് ഫ്രം ഗ്ലോറി ടു ഗ്ലോറിയ, തേജസ് നിന്ന് തേജസ്സിലേക്ക് പോകണം നമ്മൾ. ഹല്ലേലൂയ. ഓരോ ദിവസം കഴിയുന്നത് കുറഞ്ഞു വരുവാനല്ല, ഓരോ ദിവസം കഴിയുന്ന തേജസ് വർദ്ധിച്ച് 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 വരണമെന്ന്. ഹാലേലിയ. അപ്പൊ എന്തുകൊണ്ടാ മോശയുടെ മുഖത്ത് തേജസ് മങ്ങിയെന്ന് വെച്ചാൽ മോശയിൽ വന്ന തേജസ് മോശയുടെ ജഡത്തെയാണ് തൊട്ടതെങ്കിൽ അത് ദൈവം നമ്മളുടെ ജഡത്തിൽ ആ മുഖത്തോ ശരീരത്തിലോ തേജസ് വ്യാപരിപ്പിക്കാൻ അല്ല ആഗ്രഹിക്കുന്നത്. ഹാലേലിയ. നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ അത് വന്നിട്ട് അത് കൂടി വരുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് അത് തെളിഞ്ഞു വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ ആകണമെങ്കിൽ നമ്മുടെ ഹൃദയം ഇരുട്ടിരിക്കാൻ പാടില്ല. ഇരുട്ട് എവിടെയൊക്കെ കീഴടക്കിയിരിക്കുമ്പോൾ അവിടെ ഇപ്പോഴും വെളിച്ചത്തെ ഇരുട്ടിനെ മാറ്റി വേർതിരിച്ച് വെളിച്ചത്തെ പൂർണ്ണമാക്കി ആക്കാൻ പറ്റുന്നില്ല. വെളിച്ചമുണ്ടാകട്ടെ, പരിശുദ്ധൻ പരിവർത്തി ഇരുളും മാറി വെളിച്ചമുണ്ടായെന്ന. ഇരുളിനെയും വെളിച്ചത്തിന്റെ ദൈവം വേർതിരിച്ചു. ഒന്നിനും രാത്രിയൊന്നും പകലൊന്നും പേരിട്ടെങ്കിൽ നമ്മളിരിക്കുന്ന ഇരുട്ടിനെ പൂർണ്ണമായി എടുത്ത് പുറത്ത് കളഞ്ഞിട്ട് നമ്മൾ പകൽ അല്ലെങ്കിൽ വെളിച്ചം എന്ന് പറയാൻ കഴിയണം. നമ്മള് സറാമസസ് നടന്നു വരുമ്പോൾ ഹാലേലിയ പൈശാചിക മണ്ഡലം നോക്കുമ്പോൾ ആ വെളിച്ചം വരുന്നു ഓടിക്കോ എന്ന് പറയണം. ഹാലൂയ. കാരണം വെളിച്ചം അടിച്ചാൽ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ മെസ്സേജ് ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ ശനിയാഴ്ച മെസ്സേജ് പറഞ്ഞ ഇരുട്ടിന്റെ ശക്തികൾ എപ്പോഴും ഇരുട്ടിന്റെ മറ പിടിച്ച് മറഞ്ഞിരുന്ന് നമ്മളെ തകർത്ത് കളയാൻ, ബന്ധിക്കാനായിട്ട് മുടിച്ചു കളയാനായിട്ട് ശ്രമിക്കുമ്പോൾ വെളിച്ചം വരുന്നത് ഹാലേലിയ. വെളിച്ചം ഒന്ന് പ്രകാശിച്ചാൽ തന്നെ ഇവന്റെ അജണ്ട കംപ്ലീറ്റ് ഫെയിലായി. അത് തകർന്നു. അവർ വർഷങ്ങളായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവച്ചതൊക്കെ വെളിച്ചമടിച്ചാൽ അത് പൊളിഞ്ഞു പ്ലാൻ. അപ്പൊ നമ്മൾ വെളിച്ചമായി മാറിയാലെന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ നടക്കുമ്പോൾ നമ്മൾ പോകുന്നിടത്ത് നിൽക്കുന്നിടത്ത് എല്ലാം വെളിച്ചം വ്യാപരിക്കുന്ന അവിടെ ഇരുട്ടിന്റെ മേഖലകൾക്ക് നിൽക്കാൻ കഴിയില്ല. അവർ ഓടിപ്പോവും. കാരണം അത് വെളിപ്പെട്ട് വന്നാൽ തന്നെ കഴിഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് വെളിച്ചമായി മാറണമെന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന് പരിവർത്തിക്കാനായിട്ട് വിട്ടുകൊടുക്കണം. പരിവർത്തിച്ചിട്ട് ഇളിനും വെളിച്ചത്തെ തമ്മിൽ വേർതിരിക്കുക തന്നെ ചെയ്യണം. പരിവർത്തിച്ചിട്ട് പരിശുദ്ധാത്മ ഇന്നും നമ്മൾ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മ നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. പക്ഷെ പരിശുദ്ധാത്മ ഇച്ചിരി ഇമ്പിടി സ്ഥലങ്ങളിൽ വ്യാപരിച്ചിട്ട് ബാക്കിയുള്ളതെല്ലാം അടച്ചു പൂട്ടി വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങൾക്ക് ഉപകാരമായി തോന്നുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഇരിക്കണം. ഒരു പേനയും പേപ്പറും ഒക്കെ എടുത്തിട്ട് ആരോടെങ്കിലും ഒക്കെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് പകയിരിക്കുന്നെങ്കിൽ, വിരോധം ഇരിക്കുന്നെങ്കിൽ, കയ്പുണ്ടെങ്കിൽ, വെറുപ്പുണ്ടെങ്കിൽ
ഹാലയിലെ ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലും നമ്മളോട് ചെയ്തവരുണ്ടാവും. നമ്മൾ ചിലപ്പം നമ്മളോട് അവരൊന്നും ചെയ്തിട്ട് പോലും ഉണ്ടാകത്തില്ല. നമ്മളോട് ഇന്ന് വരെ മോശമായിട്ടൊരു വാക്ക് പോലും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല. ആരോ ഒക്കെ പറഞ്ഞ് കേട്ട എന്തൊക്കെ അറിവ് വെച്ച് നമ്മൾ വെറുക്കുന്നവരുണ്ടാവും. നമുക്ക് ചില ആൾക്കാർ ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ കേൾക്കുന്ന ഈ വ്യക്തികളാണ്, നമ്മൾ ഈ ന്യൂസുകളിലൂടെ ഒക്കെ കേൾക്കുന്നവര്. ഈ ന്യൂസുകളിലൂടെ ഒക്കെ കേൾക്കുമ്പോൾ ആ മനുഷ്യനോട് ആ പേര് കേൾക്കുന്ന അയാള് ഒരു വല്ലാത്ത ദേഷ്യം നമുക്ക് അയാളോട്. എന്താ കാര്യം? നമ്മൾ ഡയറക്റ്റ് എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടോ അവർക്ക്? നമ്മളിന്ന് വരെ ജീവിതത്തിൽ കണ്ടിട്ട് പോലും ഉണ്ടാകത്തില്ല. പക്ഷെ എവിടുന്നൊക്കെയോ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കേട്ട കുറെ വാർത്തകൾ ആ മനുഷ്യനെ നമ്മൾ വെറുക്കുന്നവരാക്കി, ആ പേരിനെ പോലും നമ്മൾ വെറുക്കുന്നവരാക്കി. ഹാലേലൂയ. നമ്മൾ അങ്ങനെ ആകരുത്. ദൈവമക്കൾ പെരുക്കം, പോരാടാം, ശത്രുവായി പ്രഖ്യാപിക്കാം. ഒരാളോട് മാത്രം ആ ശത്രുത്വം. നമ്മളെ ദ്രോഹിച്ച നമ്മളുടെ സഹോദരങ്ങൾ ഉണ്ടാകാം, നമ്മൾ ഇന്നും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ ആ വ്യക്തിയോടുള്ളതിനെക്കാട്ടി നമ്മൾ പോരാടേണ്ടത് അവന്റെ മേൽ അവനെ കൊണ്ട് ഇത് ചെയ്യിക്കുന്ന ആമയ ശക്തികളോടായിരിക്കണം. എനിക്ക് വേറെ മെസ്സേജ് കുറച്ചുകൂടെ നീട്ടി പറയണം. പക്ഷേ എനിക്ക് ഇവിടുന്ന് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഉറപ്പ പരിശുദ്ധാത്മ സംസാരിക്കുക, എന്നോട് കൂടെ സംസാരിക്കുക. നമ്മുടെ ഹൃദയത്തിലൊക്കെ ഇന്നും പരിശുദ്ധാത്മാവിന് വ്യാപരിക്കാൻ കഴിയാതെ വണ്ണം, പൂർണ്ണമായിട്ട് വെളിച്ചമായി മാറാൻ കഴിയാതെ വണ്ണം ഇരുട്ടിരിക്കുന്ന എന്തൊക്കെയോ ഹൃദയത്തിലുണ്ട്. അതിനെല്ലാം ഒന്ന് നമ്മൾ മെസ്സേജ് ഞാൻ നിർത്തിയാണ്. എല്ലാവരും ഒന്ന് സ്വന്തമായിട്ടൊന്ന് ഒന്ന് ശോധന ചെയ്തിരിക്കുന്നിടത്ത് ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മ വരുന്നവർക്ക് വേണ്ടി നിങ്ങൾ അവരോട് അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഞാൻ ഉൾപ്പെടെ ചെയ്യണമെന്നുള്ളതാണ്. ഒരു പേപ്പറും പേന എടുത്തുണ്ടെങ്കിൽ അങ്ങനെ ഇപ്പോൾ ഇന്നും ഹൃദയത്തിൽ നമുക്ക് അങ്ങനെ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ എഴുതിയിട്ട് ആ പേപ്പറിന്മേൽ കൈവച്ച് അത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വിളിക്കാൻ പറ്റുന്നവരെ വിളിച്ച് സംസാരിക്കുക. ഇല്ലെങ്കിൽ കൈവച്ച് പ്രാർത്ഥിച്ച് അവരോട് ക്ഷമ പറഞ്ഞ് ദൈവത്തിന് ക്ഷമ പറഞ്ഞ് നിങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇന്ന് തുടങ്ങിയിട്ട് അങ്ങനെയുള്ള വ്യക്തികളുടെ പേര് അന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു, പെന്നിസ്റ്റോൺ പാസ്റ്റർ ഒരിക്കൽ പറഞ്ഞു, നമുക്ക് ആരോടെങ്കിലും പകയോ നമ്മൾ ദ്രോഹിച്ചയുടെ മുഖം നമുക്ക് വെറുപ്പ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നെങ്കിൽ അവരുടെ മുഖം ഓർമ്മ വരുമ്പോ, ആ പേര് ഓർമ്മ വരുന്ന സമയത്ത് അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിക്കേ. പിന്നീട് അങ്ങനെ ഒരു വെറുപ്പോ ആ മുഖം ആ പേരോ ഇടയ്ക്കിടയ്ക്ക് ഓർപ്പിക്കുന്ന പൈശാചിക മണ്ഡലം അത് പിന്നീട് ഓർപ്പിക്കത്തില്ല. കാരണം നമ്മൾ അനുഗ്രഹിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ ഓർമ്മിപ്പിക്കുന്നതിനാ വെച്ചാൽ നമ്മൾ വെറുക്കാൻ വേണ്ടിയിട്ടാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ അവരോട് പക വെക്കാൻ വേണ്ടി. പക്ഷെ നമ്മൾ അവരെ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ഇത് പിന്നീട് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ചിന്ത അവരുടെ പേര് പോലും വരുത്തില്ല. അതുകൊണ്ട് ഇന്ന് തുടങ്ങിയിട്ട് അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. കാരണം ഞാൻ കൃത്യമായി സംസാരിക്കുമ്പോൾ എനിക്കറിയാം അങ്ങനെ ചിലരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ദൈവാത്മ കൃത്യമായിട്ട് ഇടപെടുന്നത് കൊണ്ടാണ്. അത് എനിക്കും കൂടെ ബാധകമാണ്. അപ്പോൾ ഇന്ന് ഈ വചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ പറഞ്ഞ് മുമ്പോട്ട് പോകുന്നില്ല. ബാക്കി മെസ്സേജ് പറയാനുള്ള നാളെ പറയാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.